മലപ്പുറം കോഡൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ ആക്രമിച്ചു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെട്ടു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. അരുൺ അമർനാഥ് നൽകും വിവരങ്ങൾ. അരുൺ, ഞെട്ടിക്കുന്ന സംഭവമാണ്. ഈ താനൂർ കേന്ദ്രീകരിച്ച് മർദ്ദനങ്ങൾ ഓട്ടോ ഡ്രൈവർമാരുടെ മേൽ ബസ് ജീവനക്കാർ നടത്തുന്നു എന്ന ഒരുപാട് സംഭവങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആശുപത്രിയിലേക്ക് ഇയാൾ തന്നെ വാഹനമോടിച്ച് പോവുകയായിരുന്നു. അങ്ങനെയാണ്, അതിനുശേഷമാണോ മരണം സംഭവിക്കുന്നത്? പിന്തുടർന്ന് മർദ്ദിക്കുകയായിരുന്നോ ഈ ബസ് ജീവനക്കാർ? കാരണം എന്താണ്? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ സംഭവം ഇന്നലെ മലപ്പുറം താനാളൂരിൽ സംഭവിച്ചിരുന്നു. അത് ഒരു ഓട്ടോക്കാരനെ ഈ ബസ് ജീവനക്കാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആളുകളെ കയറ്റി എന്ന് ആരോപിച്ചുകൊണ്ട് പാരലൽ സർവീസ് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിക്കുകയുണ്ടായിരുന്നു. അത് തുടർച്ചയാണ് ഇന്ന് സംഭവിച്ചത്. ഈ കോഡൂരിൽ വെച്ച് ബസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓട്ടോറിക്ഷയെ പിന്തുടർന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജീവനക്കാർ ഇറങ്ങി വന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം. അങ്ങനെ പരിക്കേറ്റ അബ്ദുൽ ലത്തീഫ് സ്വമേധയാ തന്നെ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. മരണ കാരണം ഈ മർദ്ദനമേറ്റതാണോ എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും വലിയൊരു രോഷം തന്നെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഓട്ടോ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബസ് ഉൾപ്പെടെ തടഞ്ഞാണ് ഇപ്പോൾ ഒതുക്കങ്ങളിൽ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഓട്ടോക്കാരുടെ സമരം അത്തരത്തിൽ സംഘടിച്ചെത്തി, കൂടുതൽ ഓട്ടോക്കാരെത്തി വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണം? ഞങ്ങൾ മാന്യമായിട്ടാണ് പ്രതിഷേധം നടത്തുന്നത്. കാരണം ഞങ്ങൾ വളരെ നീതിപൂർവമായ ആവശ്യം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറാ ഒരു ബസ് ഡ്രൈവർമാർ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് അവർ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതിന് പിന്നെ ഞങ്ങളിവിടെ ബസ് തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് അതൊക്കെ നീതിയാണോ? ഞങ്ങൾ പറയുന്നത് ഞങ്ങളിന്ന് മാന്യമായിട്ട് പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ കേസിൻ്റെ വഴി എങ്ങോട്ടാ പോകുന്നത് നോക്കും. വളരെ കൃത്യമായിട്ട് ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഈ ഒതുക്കങ്ങളിലുള്ള ഓരോ ഓട്ടോ തൊഴിലാളികളും ആ കുടുംബത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിരന്തരമായി ഈ ബസ്സുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 ടയറാണ് ഉള്ളത്. ആ 3 ചക്രത്തിനുള്ള ടാക്സ് ഞങ്ങളും അടക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ആരെങ്കിലും കൈ കാണിക്കാനുള്ള നിയമം ഞങ്ങൾക്കുണ്ട്, വകുപ്പും ഞങ്ങൾക്കുണ്ട്. കൈ കാണിച്ചാൽ നിർത്തി കൊടുക്കാനുള്ള സാധാരണക്കാരൻ്റെ വണ്ടിയാണ് ഓട്ടോ ഡ്രൈവർ. അതും ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരുവല്ല, കൈ കാണിച്ച് നിർത്തി ആളെ കയറ്റിന് വയലിട്ട് തല്ലിക്കൊല്ല. ഇതെന്താണിത്? എന്ത് പറഞ്ഞാണ് ബസ്സുകാരുടെ ഇത്തരത്തിലൊരു സമീപനം? ഇന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് കൈ കാണിച്ചിട്ട് താനൂര് സ്വന്തം ഉമ്മാനെ കയറ്റിനാണ് ഈ ആദ്യം പണിയെടുത്തത്. എന്താണ്? അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇവിടെ കാശുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഞങ്ങൾ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരെല്ലാം കൂടി ഞങ്ങൾ എവിടേക്കാ പോവുക? അത് ഈ ഗവൺമെന്റ് ഒരു തീരുമാനം ഉണ്ടാക്കി തരട്ടെ. ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇത്രത്തോളം മുതലാളിമാർക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഈ രാജ്യം ഇങ്ങനെ പോയാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ പാവപ്പെട്ട ഡ്രൈവർമാർക്കൊന്ന് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ മാന്യമായിട്ട് പ്രതിഷേധം നടത്തുന്നത്. ഇത്രത്തോളം പോലീസ് ഇവിടെ വന്ന് നിൽക്കുക. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തനെ തല്ലിക്കൊന്നതാണോ? അത്തരത്തിൽ പോലീസ് ഇപ്പോൾ ഈ ഒരു സമരം നിയന്ത്രിക്കുകയാണ്. നേരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വലിയൊരു സമരവുമായി ചെറുതായി കാണാൻ കഴിയില്ല. കാരണം അവിടെ ഈ രീതിയിൽ ആളുകളെയൊക്കെ തന്നെ വാഹനത്തിലേക്ക് കയറ്റുക, അവരെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അവരതാണ് അങ്ങനെയുള്ള ഒരു ഉപജീവന മാർഗമാണ് അവിടെ. അപ്പോൾ അവിടെ ഒരു കയ്യൂക്ക് കാണിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ ഭാര്യയെ ഓട്ടോയിൽ കൊണ്ടുപോകുന്ന ആളെയും പിടിച്ച് മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ ഒരു അഴിഞ്ഞാട്ടമാണോ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന്, ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്? പോലീസ് അതിനെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടോ? ഈ മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നീട് അദ്ദേഹം സ്വയം ഓട്ടോ ഓടിച്ച് പോകുന്ന ശേഷം പിന്നീട് മരണപ്പെടുന്നു. അപ്പോൾ കാര്യം ഗൗരവത്തോടെ എടുക്കണം. പ്രതിഷേധങ്ങളും ഓട്ടോ സഹോദരന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക സ്വാഭാവികമല്ലേ? തീർച്ചയായും പ്രജീഷ്, അത്തരത്തിൽ ഈ സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മൾ ഇത്തരത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നതാണ്. അത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ പരമ്പരയായൊക്കെ ചെയ്തതുമാണ്. അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ 2 ദിവസത്തിനിടെ 2 സംഭവങ്ങൾ എന്ന രീതിയിൽ കൂടി പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ ഗൗരവതരമായ വിഷയം കൂടിയാണ്. അത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ന്യായമായ സമരമാണ് നടത്തുന്നതെന്ന് സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ
ഓട്ടോറിക്ഷ ജീവനക്കാർ ഇത്തരത്തിലൊരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ താനാളൂരിൽ അത്തരത്തിൽ സ്വന്തം ഭാര്യയെ വാഹനത്തിൽ കയറ്റിയപ്പോഴാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് മർദ്ദനമേറ്റത് എന്നൊരു ആരോപണവും ഇവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അത്തരത്തിൽ ബസ്സുകാർ ഇവരുടെ ഒരു ഉപജീവന പ്രശ്നം കൂടിയാണ് ഇത്ര ആളുകളെ കയറ്റുമ്പോൾ. ശരി, തീർച്ചയായും അതാണ് അരുൺ അമർനാഥ്, ഉപജീവന പ്രശ്നമാണ്. കയ്യൂക്ക് കാണിച്ചുകൊണ്ട് ഒരാളെ തല്ലിച്ചതയ്ക്കുന്നു, അദ്ദേഹം മരണപ്പെടുന്നു. ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതാണ്.